പൊങ്കാല എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പോൾ ഇവര് അവരുടെ ഷൂട്ടിന്റെ സമയത്ത് എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. അതുകൊണ്ട് ചോദ്യങ്ങളില്ല എന്നാണോ? ഓക്കെ, അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അടിയുടെ പൊങ്കാല എന്നാണ്. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അത് സിനിമ കാണുമ്പോൾ ക്ലിയർ കട്ടായി മനസ്സിലാവും. ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഫൈറ്റ് ഒരു പടത്തിൽ ചെയ്യുന്നത്. എത്രത്തോളം ഹെക്ടിക് ആയിരുന്നു, എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഡബിങ്ങിൻ്റെ സമയത്ത് ബാബുചേട്ടൻ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്ന് തോന്നി. കുറേ മുക്കിലും മുകളിലും ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ദിവസം ഡബ് ചെയ്തത്, തലേ ദിവസം ഡയലോഗ്സ് ഡബ് ചെയ്തത്. കാരണം അത്രയും ഉണ്ടായിരുന്നു ഇടിയും അതുപോലെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്കെ എന്തൊക്കെയോ കുറവ് ഓടിച്ചാടിയിട്ടുണ്ടെന്ന് തോന്നി. യെസ്, ഒരു ഡെക്കേഡിന് മുന്നേ നിങ്ങളുടെ ഈ ഒരു കോംബോ, നിങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു കോമ്പിനേഷൻ അന്നത്തെ യങ്സ്റ്റേഴ്സും പുതിയ ആളുകളെല്ലാം ഏറ്റെടുത്തൊരു കോംബോയാണ്. അപ്പോൾ 10 വർഷത്തിനോളം ശേഷമാണ് വീണ്ടും ഒരു സിനിമയിൽ വരുന്നത്. അപ്പം ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ബാസി ഇപ്പം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി കാണുമല്ലോ, ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ വീണ്ടും രീതിയിൽ. അപ്പം എങ്ങനെയുണ്ട് ഇപ്പം? ഹണീബിയാണ് പറഞ്ഞു തന്നതെങ്കിൽ, ഹണീബി എന്ന് പറഞ്ഞാൽ ബാസിയുടെ ഒക്കെ തുടക്കമാണ്. അത് ഒരിക്കലും ഇനി നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. കാരണം അതൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയായിരുന്നു. എപ്പോഴും ഞങ്ങൾ നേരത്തെ പറയാതായിരുന്നു, സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്നിടത്ത് എല്ലാ ഭാഷയിലും എല്ലായിടത്തും അത് ഏറ്റെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ പൊങ്കാലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇതിൻ്റെ ടാഗ്ലൈൻ തന്നെ ഉണ്ടല്ലോ, ഇതൊരു ചതിയുടെ പൊങ്കാല ആണ് അതിൻ്റെ ഒരു വ്യത്യാസം. സൗഹൃദം തന്നെയാണ് എൻ്റെ ബേസ്, പക്ഷെ അതിനകത്തുള്ള ഒരു പകയുടെ ഇതൊക്കെ അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ബാസി പയ്യനായിരുന്നു, ഇപ്പൊ ബാസി കുറച്ച് മെച്ചൂർഡായി. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പ്രൊഡ്യൂസേഴ്സിന് ടീമിന് ഉള്ള കോൺഫിഡൻസ്, അതിനെപ്പറ്റി കേട്ടാ കൊള്ളായിരുന്നു. എന്നോടാണോ? പ്രൊഡ്യൂസേഴ്സിനടുത്ത് ഇതുവരെയും ടെൻഷനിലാണ് നിൽക്കുന്നത്. 30-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ എല്ലാ കോൺഫിഡൻറ്റും നമ്മൾ പറയാം. പക്ഷെ എന്തായാലും പടത്തിനെ പറ്റി ഒരു സക്സസ് ആണ്. എന്തായാലും എല്ലാവരും നമ്മൾ ഒരുവിധം ഉള്ള എല്ലാ ആൾക്കാരും പറയുന്നത് വമ്പൻ ഹിറ്റടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ചാനലുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തു പറയുന്നുള്ളത്, ഹന്നാൻ ഷായെ പറ്റി എടുത്തു പറയുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് ഒരു പാട്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹന്നാൻ ഷാ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും പുള്ളിയുടെ സപ്പോർട്ടും അതിനൊക്കെ രഞ്ജിൻ്റെ അതിൻ്റെ കാര്യമായാലും എല്ലാം നമ്മളെ ഇതിലുള്ള എല്ലാ ക്രൂവിനോടും ഞാൻ എല്ലാവരുടെ നന്ദി പറയുന്നു. എല്ലാവരും അത് ഈ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഞ്ജുവിൻ്റെ അടുത്തായാലും പിന്നെ സഹാൻ്റെ അടുത്തായാലും നമ്മളെ ബിനുവിൻ്റെ അടുത്തായാലും ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. നമ്മളെ കൂടെ ഉണ്ടവർ. ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും വെരി താങ്ക്സ്. എൻ്റെ മലയാളം ഇച്ചിരി ഇതായിട്ടോ, ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു ലാസ്റ്റ് 10 years ആയിട്ടുള്ളൂ നാട്ടിൽ ഷിഫ്റ്റ് ആയിട്ട്. അതുകൊണ്ട് സോറി മലയാളത്തിൽ നിന്ന് തെറ്റിപ്പോയാ. ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഈ സിനിമയ്ക്ക് വരുന്നത് മറ്റേ ജിത്തേട്ടൻ ആക്ച്വലി ഒരു നമ്മുടെ ബിജിൽ ചേട്ടനെ പറ്റി സ്റ്റോറിനെ പറ്റി പറഞ്ഞു. ഇൻസ്പയർഡ് ബൈ ഒരു ടൂർ സ്റ്റോറി. അപ്പം ഓൾവേസ് ഒരു സ്റ്റോറിക്ക് എപ്പോഴും ആ ഒരു സത്യാവസ്ഥ, സത്യസന്ധത അത് എപ്പോഴും കാണും. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഫുൾ ടീമോട്, ഈവൻ ബസൂറോ
ബാബുചേട്ടനെ എല്ലാം ഫുൾ ടീം. പിന്നെ നമുക്ക് നമ്മളെ പടം എടുക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച ഡിസ്ട്രിബ്യൂഷൻ അടുത്തായാലും നമുക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ഗ്രീസ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും പിന്നെ ഈ പടം ഇതുവരെ എത്താൻ തന്നെ കാരണം വാഴൂർ ജോസേട്ടനാണ് എന്നെ വിനിലിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പടം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞു അതിന് ഞാൻ ബിഗ് താങ്ക്സ് വാഴൂർ ജോസേട്ടന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പടം ഇവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഫ്രം ബാസിയുടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് എന്തായിരുന്നു അതൊന്നും അറിയാൻ ഒരാൾ. ഞാൻ വൈപ്പിൽ നിന്നാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ട, അങ്ങനല്ല, എനിക്ക് സ്ലാങ്ങിന്റെ പരിപാടി ഒക്കെ ആയിരുന്നു തോന്നുന്നു. കാരണം ഇത് കേട്ടുള്ള കഥയാണ്. അപ്പോൾ മുനമ്പത്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ ഫിസിക്കൽ ആസ്പെക്ട് എൻ്റെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ഓട്ടം ചാട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറയുന്നുണ്ട് ആക്ഷൻ, ത്രില്ലർ, മീൻസ് കോമഡി ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം എല്ലാം കൂടി ചേർന്നൊരു കഥാപാത്രം വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ടും വ്യത്യാസം ഉണ്ടാവും. ഇതില് ഐ ഡോണ്ട് തിങ്ക് ഐ ആം വെരി ഫണി ഈ പടത്തില്. ഇതില് അത്യാവശ്യം സീരിയസ് ക്യാരക്ടറാണല്ല. ഈ ഫിസിക്കൽ പരിപാടിയായിരുന്നു കൂടുതലും. ഞാനോട് ചോദിച്ചിട്ടുണ്ട്, ബട്ട് ഇല്ല ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ എന്താ പറയാ, എനിക്ക് വേറെ ക്യാരക്ടേഴ്സിനാണ് അങ്ങനത്തെ വേറെ കളേഴ്സൊക്കെ ഉള്ളത്. എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫിസിക്കൽ, വെരി മിനിമം ഡയലോഗ്സ്, അങ്ങനത്തെ പരിപാടിയാണ്. ഹലോ ബസി. നമസ്കാരം. ബസി, പണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പയ്യൻ റാൻഡായിട്ടൊരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സിഗരറ്റ് വലിക്കും, ബാസി സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട്. അപ്പോൾ ബാസി പറഞ്ഞു, അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത് അതെടുത്തിട്ട് എന്നുള്ളത്. അപ്പം ഇപ്പോൾ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടവും അഡ്മിറേഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിളാണ്? സിനിമ ഉണ്ടാവും, ആൾക്കാർ സിനിമ ഉണ്ടാ പോരെ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ഇവരൊക്കെ മലയാളികളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യണത്. എനിക്ക് തോന്നുന്നു ലൈഫ് റിഫ്ലെക്സ് ആർട്ട് റിഫ്ലെക്സ് ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു സാധനം, അതൊരു എന്താ പറയുക, അതൊരു എക്സ്പ്രഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വട്ടായിരിക്കണം ആൾക്കാർ. സോ സിനിമയാണ് അതിനുള്ള ഒരു, ഇപ്പം ബിനിലൊരു ആർട്ടിസ്റ്റാണ്. ബിനിലിന് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രീഡം എല്ലാവർക്കും വേണ്ട, എല്ലാ ആർട്ടിലും. അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാരെല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡവും. സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ്. എനിക്ക് തോന്നുന്നുള്ളത് നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ. നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും. നമ്മൾ സിനിമ ചെയ്യാൻ അത്ര ഉള്ള കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്. 11 ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പം ഈ ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ, സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഫൈറ്റിനകത്ത് ശബ്ദം ഉണ്ടാവാൻ പാടില്ല, സോ ദാറ്റ് അവർ ലാപ്ടോപ്പ് പാപ്ലോയിറ്റ് ഒക്കെ ആ രീതിയിൽ ഉപയോഗിച്ചു. ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഫുൾ ഗൺസ് ഉപയോഗിക്കണം. അതിന് അങ്ങനെ അത്ര ടെക്നിക്കൽ അല്ലേ നമ്മുടെ പടം. നമ്മുടെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റും ബഡ്ജറ്റിൻ്റെതായ നോ നോട്ട് റിയലി. എനിക്ക് മനസ്സിലായി, കളികൾ ചോദിച്ചാൽ മനസ്സിലായി. ഈ എന്താ പറയുക ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി. ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് ആണ്. നേരത്തെ പറഞ്ഞ രാജശേഖർ സാർ പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയുക ഡെയിലി നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇറ്റ് ഈസ് എക്സാജറേറ്റഡ് ഒരു സൂപ്പർലേറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോകണം മൊത്തം. കാരണം സിനിമയാണ്, സിനിമാറ്റിക്കാണ് പടം അങ്ങനത്തെ, ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഔട്ട് ഓഫ് എ ട്രൂ സ്റ്റോറി. ഇപ്പം ഈ ട്രൂ ലൈഫ് ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനയോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ, മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
ഇല്ല, അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയമില്ല. He was a gangster. Gandhi was a gangster, if you'd say, you know. Yeah. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുള്ള് ചെയ്യാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ല ഇത് കംപ്ലീറ്റ്ലി ബിനിലിന്റെ തലയിലുണ്ടായ കഥാപാത്രവും ഇറ്റ്സ് ഹിസ് എക്സ്പ്രഷൻ. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം, എൻ്റെ നാട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കഥ നമ്മുടെ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റി ഒന്നും അങ്ങനെ പുള്ളി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫുൾ യുനോ എനിക്ക് ഡാവിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു അല്ലേ. സോ ഗുഡ്. അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. സോ ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്ത് ഐ മീൻ തമിഴിന് പുറത്തൊക്കെ അറ്റ്ലീസ്റ്റ് ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അവരെ കുറേ കൂടി ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ടാണ് പലപ്പോഴും ആ ആക്ടേഴ്സിന് എടുക്കുന്നതും ചൂസ് ചെയ്യുന്നതൊക്കെ. 6 packs വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു വി ഷേപ്പ് ഓഫ് ഒരു അനാട്ടമി വേണം, അങ്ങനെയൊക്കെ രീതിയിൽ. ഇപ്പോൾ ബാസി കുറേ കൂടി ഒരു സാധാരണ ചെറുപ്പക്കാരനായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. സോ ഈ ഫിസിക്കാലിറ്റി എപ്പോഴെങ്കിലും മാറ്റണമെന്നോ മറിക്കണമെന്നോ ഒരു ഗാങ്സ്റ്ററിനെ പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? To answer your question, ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. ഗുഡ്. To answer your question, അല്ല ഇറ്റ്സ് വെരി എന്താ പറയുക ഫിസിക്കലി ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ ഒരു അത്ലീറ്റിനെ പോലെ കുറച്ച് വർക്കൗട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത്തിരി ക്ഷീണം വരും. 21 ദിവസം ഇടി മാത്രം ഷൂട്ട് ചെയ്താൽ. അപ്പോൾ ഒരു ചേട്ടാ ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന ഇപ്പോൾ റേച്ചലും പൊങ്കാലും അതിനൊക്കെ ഈ പറഞ്ഞൊരു ചെറിയ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്റെ ബേസിക് അതിന്റെ ബിഹേവിയറിൽ തന്നെ അതുണ്ടല്ലോ. അപ്പോൾ പണ്ടോട്ടേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിസിക്ക് ആ ക്യാരക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നേരത്തെ ബാസിയോട് ചോദിച്ച ചോദ്യത്തിന് വെച്ചാൽ നമ്മള് ഈ പണ്ടൊക്കെ നമ്മുടെ സിനിമകളിൽ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വെച്ചാൽ നമ്മൾ ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും നമുക്ക് ആകെ 10-14 റിലീസ് സെന്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് 35-36 ആ കാലഘട്ടത്തിൽ 90-കളിൽ. ഇപ്പോൾ നമുക്കിവിടെ 100 സെന്റർ ഉണ്ടെങ്കിൽ അവർക്ക് 1000 ആയിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്? ഈ തമാശ പടങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകാൻ കാരണം ചിലവ് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. തമാശ നല്ല ഡയലോഗ് കൗണ്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചോളും, പടം ഫുള്ളാവും. പക്ഷെ ഒരു ആക്ഷൻ പടം ഇടണമെങ്കിൽ കാശ് ചിലവാക്കണം. മനസ്സിലായില്ലേ? നല്ല കൊറിയോഗ്രാഫർ വേണം, നല്ല ഫൈറ്റേഴ്സ് വേണം, പ്രോപ്പർട്ടി നശിക്കണം. മനസ്സിലായില്ലേ? എത്ര നാളാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഫിയറ്റും ഹെറാൾഡ് കാറൊക്കെ വെച്ചായിരുന്നു ഇവിടെ കാറൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ബെൻസും അതിലൊക്കെയാണ് ജനം കൊടുത്ത കാശ് മുതലാകണം. നമ്മളിപ്പോൾ 150 രൂപ കൊടുത്ത് ഒരു ആക്ഷൻ പടം കാണുമ്പോൾ നമുക്ക് അതിന് തോന്നുന്നത് കൊള്ളാം. ഇവിടെ പണ്ട് നമ്മളൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് ഗ്ലാസ് തന്നെ വാങ്ങുന്നത് കഷ്ടമാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ ഈ കൈയൊക്കെ ഇതായത് ഞാൻ ടാറ്റു അടിയാകുന്ന കാര്യം അങ്ങനെയാണ്. കാരണം പ്രൊഡ്യൂസർ അന്ന് 10,000 രൂപ ആണ് ഒരു ഈ ഷോ ഗ്ലാസ്സിനെങ്കിൽ അത് ആർട്ട് ഡയറക്ടർ കൊടുത്ത് ആർട്ട് ഡയറക്ടർ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അത് വാങ്ങിച്ചു വരുമ്പോൾ 3000 രൂപ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. അത് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പറഞ്ഞല്ലാണ്ട് പൊട്ടൂല. അപ്പൊ ആ കാലത്തിൽ നിന്നൊക്കെ മാറിയ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആക്ഷൻ പടങ്ങൾക്ക്. അതിനൊക്കെ ഏറ്റവും വലിയ കാര്യം ഈ ബാസിയുടെ ഒക്കെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഞാനത് എടുത്ത് പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പടങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ തിയേറ്ററുകളൊന്നും കിട്ടാത്തത്, പ്രത്യേകിച്ച് ഉദയം കോംപ്ലക്സ് അതുപോലുള്ള തിയേറ്ററുകളൊന്നും കിട്ടാറില്ല. ഈവൻ മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും ഇവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം അവിടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സ് ഒക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട തിയേറ്ററിലടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അത് നമ്മൾ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം മലയാളത്തിന്റെ ലെവൽ എന്താന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ആ കൊറോണ സമയത്ത്. കാരണം എല്ലാവരും ഇരുന്ന് ഈ പടങ്ങൾ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ മഹത്വം മനസ്സിലായത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇനി മലയാളം പടങ്ങൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഭാഷയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 4 ഇൻവെസ്റ്റ് ചെയ്താൽ ഗംഭീര വിജയം കൊയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നാൽ തന്നെ അതായത് വെറുതെ ഒരു 11 ഇടി പണ്ട് നമ്മുടെ പടങ്ങളിലുണ്ടായിരുന്നു. ബാബുവാനിയുടെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 16 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ തുടങ്ങിക്കഴിഞ്ഞ് അനിൽ ബാബുവിന്റെ ഒരു പടമുണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് 16 ഫൈറ്റ് അതിനകത്ത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇതല്ല ഇത്. പക്ഷെ ഇതൊരു ഈ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. എല്ലാം ഈ പറയുന്ന പോലെ അടിയും ഇടിയും ബഹളവും ഒക്കെ ആണെങ്കിലും അത് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ചെലവുണ്ട്. പിന്നെ ഇപ്പൊ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ ഫിസിക്സ് എങ്ങനെ കൊണ്ട് കിടക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരോടൊക്കെ ഇപ്പൊ പിടിച്ചു നിൽക്കണ്ടേ? ഇപ്പൊ ഈ പറയുന്ന ഹണീബി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. 10 അല്ലല്ലോ, 12 വർഷം കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം ഇനിയും അതുപോലെയൊക്കെ വരുമ്പോൾ ഇവരുടെ സഹോദരനായിട്ടോ അല്ലെങ്കിൽ അപ്പനായിട്ടോ പൂപ്പനായിട്ടോ ഒക്കെ ഇങ്ങനെ പോകണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആഴ്ച ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ കസരത്ത് കാണിച്ചില്ലെങ്കിൽ എനിക്കെന്തോ അസുഖം വന്ന പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. ബിനു സാർ, പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ താങ്കൾ എന്റെ ലക്ഷ്യം വേറെയാണ് എന്ന് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുണ്ട്. ഈ ട്രെയിലർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഏത് ട്രെയിലർ? നമ്മുടെ പൊങ്കാല ടീസർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമല്ലേ, അപ്പൊ അത് എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ അടുത്തടുത്ത് കണ്ടന്റുകൾ ഇവിടെ ആകുന്നതാണ് എന്നെ സംബന്ധിച്ചിട്ട്. എങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതായിരുന്നു ഈ സിനിമയുടെ പ്രീ ടു പോസ്റ്റ് ഇടയ്ക്കുള്ള ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ്? 1. 2, ബാസി സാറിൻ്റെയോ ആരുടെയെങ്കിലും അഭിനയത്തിൻ്റെ ഇടയ്ക്ക് കട്ട് പറയാൻ മറന്നുപോയ നിമിഷമുണ്ടോ? മീൻസ് അങ്ങനെ ഭയങ്കര ഇമോഷണലായി പോയ ഒരു നിമിഷം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസി ഭയങ്കര വൈബാണ്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം, ക്യാരക്ടറിനോടുള്ള ഡെഡിക്കേഷൻ, പെർഫോമൻസ് incredible. It was very incredible performance was there. Thank you, Sri. എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. കാരണം എനിക്ക് ശ്രീനാഥ് ബാസി എന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കണം കാണുമ്പോൾ ഞാൻ അതുകൊണ്ട് അപ്പം എൻ്റെ ക്യാരക്ടർ ഒന്നിൽ നിന്ന് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് ശരി, ഞാൻ ഈ കഥ എഴുതുന്നത് ശ്രീനാഥ് ബാസി കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം. അപ്പോൾ ശ്രീ അത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ക്യാരക്ടറായിട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയ മൊമെന്റ്. അതെനിക്ക് ഒരുപാട് സമയത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നേരത്തെ ആര് ചോദിച്ചു, ഫിസിക്കലിനെ കുറിച്ച് ചോദിച്ചില്ലേ? ശ്രീനാഥ് ബാസി ഈസ് എ ജീനിയസ്, ഉറപ്പാണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കണ്ടു, ഇത്ര വർഷത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. ബട്ട് എക്സ്പെഷ്യലി ഫ്രോം മൈ മൂവീസ്, my experience I'm telling to you, is a very genius actor. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നില്ല. പുള്ളിക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കാറുള്ളൂ, എന്താണ് ചെയ്യണേ, ഇങ്ങനെ സംഭവം, ഓക്കെ ഓക്കെ കഴിഞ്ഞു. പിന്നെ ഫുൾ ക്യാരക്ടറിനാണ്. അപ്പൊ നേരത്തെ ചോദിച്ചില്ല കട്ട് പറയാനെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് പറയണ്ട, പുള്ളി എന്നെ കറക്റ്റായിട്ട് ഇറങ്ങി പോയിക്കോളൂ. അത്രക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് ബാബുച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷണറി, ഒരുപാട് കാലങ്ങൾ കൊണ്ട് മാറ്റം വന്ന എന്താ പറയുക ഒരു പ്രമുഖ, അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഒരു സീക്വൻസിന്റെ ഒരു ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഒന്ന് ചോദിക്കും, ഈ ഷോട്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ മറ്റേ ഷോട്ട് അങ്ങനെ കറക്റ്റ് ആവോ എന്ന് ചോദിക്കും. അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, നോളജ് ഉള്ള ഒരു എൻസൈക്ലോപീഡിയയാണ് ബാബുച്ചേട്ടൻ. ബാബുച്ചേട്ടനൊക്കെ ഭയങ്കര നമുക്ക് വളരെ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ എന്തൊരു ആക്ടർ നമുക്കുള്ളത്. സത്യം എനിക്ക് പറയാൻ വയ്യ, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ് ഓൾസോ ലെജൻഡ്. അതിനനുസരിച്ച് അയ്യോ സോറി എൻ്റെ പോലെ കഥ ഉണ്ടാവുന്നത് ഈ ക്യാരക്ടറിനാണ്. മറ്റൊരു കാര്യം, അലൻസിറനും ഒരുപാട് സമയങ്ങളിൽ ഇതുപോലുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് തന്നെ പുള്ളിയും എനിക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു മാത്രം കൂടുതലും അതെ കൂടുതൽ തന്നിട്ടുണ്ട്, ശരിയാ. അത് കൂടുതൽ ആവശ്യമുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ബാക്കിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ കുട്ടികൾ പുതിയ പിള്ളേരാണ് എല്ലാവരും. സൂര്യ, ഇന്ദ്രജിത്ത്, യാമി, പിന്നെ നമ്മുടെ ദാവിൻജിയൊക്കെ ഉണ്ടായിരുന്നു അവനവിടെ ഇരിക്കുന്നത്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഐ എം വെരി ഹാപ്പി ആസ് എ ഫിലിം മേക്കർ at the moments like this. Name it a lot. Thank you. ആ ഇംഗ്ലീഷ് പൊളിച്ച്. അലൻസിർ സാർ, റൊമാൻറ്റിക് സീൻ വല്ലതും എക്സ്പെക്ട് ചെയ്യാമോ?
ഞങ്ങള് കേട്ടിട്ടുണ്ട്. ചോദിച്ചു വാങ്ങിയാണല്ലേ തെരുവിൽ തരും. ആരാണ് ചോദിച്ചത്? ആ വേഷം എന്താ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. തന്റെ ഉണ്ടെങ്കിൽ വാ, വെല്ലുവിളിക്കാം. എന്താ റൊമാൻറ്റിക് വേഷത്തിന് പ്രശ്നം? ഈ രണ്ട് ഗുണ്ടകൾക്കോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നാണെന്ന് എനിക്കറിയാം. എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കോട്ടയിൽ ഇടണം. അലൻസിയർ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ സത്യസന്ധനായി അഭിനയിച്ചൊരു നടനാണ് ഈ സിനിമയിൽ. അതൊരു പോസ്റ്ററിന് പോലും എന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. കണ്ട, എന്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാണ്. അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ അനുഭവം പറഞ്ഞു നടത്തുകയാണ്. ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ദിസ് മൂവി പൊങ്കാല. എന്റെ ജീവിതത്തിന്റെ ആഘോഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര അല്ല, ഈ ജാക്കി ചാൻ എത്ര പരിക്കുകളുണ്ടെന്നറിയോ? കയ്യിലെ പൊട്ടൽ എത്ര ഉണ്ടെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ 11 ഫൈറ്റിനെ കുറിച്ച് ആഘോഷിക്കുന്നു, വർത്തമാനം പറയുന്നു. ഇവൻ എത്ര പൊട്ടൽ കെട്ടിയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പുറത്തിരിക്കുന്ന മഹാനായ മദ്രാസിൽ സിനിമ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കൈയേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ എത്ര എല്ലും പൊട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊരു അച്ഛൻ വേദനിക്കും അത് കാണുമ്പോൾ. ആ വേദനയാണ് ഈ സിനിമയിൽ ഞാൻ അനുഭവിച്ചത്. ഓക്കെ, താങ്ക് യു. ബാക്കി നിങ്ങൾ സിനിമ ആരാ ശരിക്കും അലഞ്ചേട്ടനോട് ചോദ്യം ചോദിച്ചത്? മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിയൽ ഹീറോസിനെ അവതരിപ്പിച്ചിരുന്നു, അവർ പ്രസന്റ് ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുമോ ഈ പൊങ്കാലയില്? അല്ല, അദ്ദേഹം ഇല്ല, മരിച്ചു. ആ ക്യാരക്ടർ മരിച്ചു, അദ്ദേഹം മരിച്ചു. ഞാനിപ്പോ ചോദ്യം ഒരു കൊടുക്കും ചോദ്യമാണല്ലേ? ഓക്കെ ശ്രീ. ഓക്കെ, പുള്ളി പറഞ്ഞ പോലെ ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥാപാത്രം ഈ പറഞ്ഞ പോലെ ഹാഡ് എ ബാഡ് എൻഡിങ് റിയൽ ലൈഫിൽ. അതിനെ ബേസ് ചെയ്താണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർലി ആ ഇൻസ്പിറേഷൻ വാസ് നോട്ട്, എന്താ പറയുക, വെൽക്കംഡ് ബൈ ദി അതർ പീപ്പിൾ. അപ്പോൾ we would love to have them on stage, but I don't think it's necessary for the movie. You know what I mean? അത് ബിനിലിൻ്റെ ഇമാജിനേഷനിൽ ബിനിൽ കേട്ട ഒരു ലെജൻഡ് പോലെ, ഒരു നാട്ടിലെ കഥ പോലെ അതിനെ ഇൻസ്പയർഡ് ആക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ ഐ റിയലി ഡൗട്ട് ഇറ്റ്, ബട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ദാറ്റ് ബി വണ്ടർഫുൾ. ബാസിയുടെ ഒരു വൾനറബിൾ ആയിട്ടൊരു സൈഡ് ഉണ്ടല്ലോ, ഭയങ്കര നിസ്സഹായനായിട്ട്. അത് നിങ്ങൾക്ക് വളരെ നല്ലോണം അറിയാലോ. സിനിമയുടെ അകത്തുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും ശരി, ട്രാൻസിലാണെങ്കിലും ശരി, നിങ്ങൾ ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട്, വളരെ റിലേറ്റബിൾ ആയിട്ട്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ വേഷങ്ങളിലേക്ക് ചെയ്യുമ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഹണിബി എന്ന് പറയുന്ന സിനിമ, അത് വളരെ ഫൺ ഫിലിമാണ്, വളരെ സെലിബ്രേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ്. പക്ഷെ നിങ്ങൾ 3 തവണ അബു എന്നുള്ള ആ ചിട്ട് തുറക്കുന്ന സമയത്ത് തിയേറ്ററിൽ മൊത്തം ഒരു നിശബ്ദതയായിരുന്നു. സോ അങ്ങനത്തെ വേഷങ്ങൾ, കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേഷങ്ങൾ, ഇതിൽ ഓവർ ദ ടോപ്പ് ആക്ഷൻ, മാസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ വേഷങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ, അതോ അങ്ങനെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അപ്ഗ്രേഡ് കൊടുക്കാനാണ് ബാസിയുടെ തീരുമാനം? എനിക്ക് അങ്ങനെ കമേഴ്ഷ്യൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിയ ചിക്കൻ റോളോ അങ്ങനത്തെ ഒരു പ്ലാൻഡ് പരിപാടിയായിട്ട് അങ്ങനെ ചൂസ് ചെയ്യണമല്ല. നല്ല കഥാപാത്രമാണോ, ഞാൻ ചെയ്യാത്തതാണോ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ, എനിക്ക് പൈസ തരുന്നുണ്ടോ, ഞാൻ പണിയെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ കഥ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നാനുള്ള അതിൽ അർത്ഥം ഉണ്ടാവാൻ കളിയല്ലേ. എൻ്റെ വേഷം പറയുകയാണേ. ചിലർക്ക്
ചിലർ ഭയങ്കര ആലോചിച്ച് ഓക്കെ അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ പണ്ട് പഠിക്കണ കാര്യം പറഞ്ഞ പോലെ എനിക്ക് അറിയാമെങ്കിൽ ഓക്കെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും, മനസ്സിലായോ? അപ്പോൾ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അതൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ ശ്രമിക്കണമെന്നുള്ളൊരു സാധനം എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതെൻ്റെ ഒരു പരിപാടിയാണ്. ബട്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പക്ഷെ കുറെ പേര് ശ്രീധരനെ വളരെ സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണുന്ന ഒരു ആക്ടറായിട്ടാണ് കരുതുന്നത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ അഭിനയിക്കുന്നത്. ഞാൻ പറയണത് ഇത് പുള്ളി എന്ന സ്ഥലങ്ങളെ വളരെ എന്താ പറയുക വളരെ ബേസിക്കും റിയൽ ആയിട്ടുള്ള അവസ്ഥകളായിരിക്കും. ഇപ്പോൾ അപ്പോൾ പക്ഷെ ഞാൻ കഥാപാത്രങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം അങ്ങനെ പിടിക്കാറില്ല. അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ എപ്പോഴും വളരെ എന്താ നമുക്ക് എല്ലാവർക്കും പ്രൈഡ് തോന്നാവുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കണം എപ്പോഴും കേരളത്തിൽ, വിച്ച് ഇസ് അമേസിങ്. അപ്പോൾ അത് തന്നെ മുന്നോട്ട് ചെയ്ത് പോകാനാണ് എനിക്കും താല്പര്യം. എനിക്കതൊരു എന്താ പറയുക ഇപ്പോൾ പുറത്തെ സിനിമകളെയൊക്കെ പോലെ പ്ലാസ്റ്റിക് ആവാനോ ഇപ്പോൾ പൊട്ടിത്തെറിക്കണത് CG മറ്റേ ഇറ്റ്സ് ടു പ്ലാസ്റ്റിക് കുറേ കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ ഇപ്പോഴും നമ്മൾ കറങ്ങി കുത്തി മറിഞ്ഞ് അടിച്ചിടിച്ച് അങ്ങനത്തെ മൂഡാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്, വിച്ച് ഇസ് സ്റ്റിൽ ഓൾഡ് സിനിമ. അപ്പോൾ ഐ എൻജോയ് ദാറ്റ്. അപ്പോൾ കൂടുതൽ റിയൽ പരിപാടിയിലേക്ക് അതിനെ പിടിക്കാണ്ടിരിക്കുക, കൂടുതൽ എന്താ പറയുക എന്നെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഞാനതിന് ഇത്തിരി സൂപ്പർലേറ്റീവായിട്ട് തന്നെ കാണണം. ഓക്കെ അഭിനയമാണ്, സിനിമയാണ്, മറ്റേ കഥാപാത്രമാണ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ സീരിയസ്നെസ്സോ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കില്ല. കൊടുക്കണം നല്ലതെന്നോ. ഈ ഒരു സിനിമയുടെ ടീച്ചർ കാണുമ്പോഴൊക്കെ നമുക്കൊരു സൗഹൃദത്തിന്റെ വലിയൊരു ഡെപ്ത് കാണുന്നുണ്ട്. അപ്പൊ ബാസിയുടെ സൗഹൃദവും എത്രത്തോളം ഈ ഒരു സിനിമയെ സ്വന്തം ജീവിതവും ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതുമായിട്ട് അല്ലേ അങ്ങനത്തെ കൂട്ടുകാർ betray you. ബട്ട് ഇല്ല മച്ചാനെ, ഇത് സിനിമയല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന കഥാപാത്രം നല്ല ഉഗ്രനായിട്ട് ചെയ്യാം. അതിനെ ഏത് എന്താ പറയുക എന്തൊക്കെ എക്സ്പീരിയൻസ് നിന്ന് പുള്ളി ചെയ്യാൻ പറ്റുമോ അതൊക്കെ പുള്ളി അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, ഈ പടം ഇങ്ങനെയാണ്, അങ്ങോട്ടില്ല, അങ്ങനെയൊന്നുമില്ല. All right, I think that's it, right? Any more questions? Yes, സൂര്യ. And ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ആക്ട്രസ് ഹീറോയിൻ ഈസ് ഹിയർ. എന്തെങ്കിലും ചോദ്യങ്ങൾ ആളുടെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ആസ്ക് ടു ഹർ. All right. സൂര്യ, how was the experience? പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആൻഡ് ഏകദേശം എല്ലാം ഫുൾ ക്രൂ പറഞ്ഞ് തീർന്നു കാര്യങ്ങളെല്ലാം. ആൻഡ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഞാൻ ബാസി ചേട്ടൻ്റെ കൂടെയാണ് സീക്വൻസ്. ആൻഡ് ആ സീൻ എനിക്ക് ചേട്ടൻ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടെ. ഇറ്റ് വാസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു മെയിൻ സീനായിരുന്നു. ആൻഡ് ഫുൾ ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു. ലൈക്ക് what to tell ബാസി ബ്രോനെ കാണുമ്പോൾ എന്ത് പറയണം, ഹൗ ആർ യു എന്ന് പറയണോ, സുഖമാണോ എന്ന് പറയണം. അപ്പം ആക്ച്വലി ചേട്ടൻ തന്നെ ഇങ്ങോട്ട് വന്നാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആൻഡ് ഹി വാസ് ലൈക്ക് ഹൗ ആർ യു മൈ ജി, ഹൗ ഇസ് എവറിത്തിങ്. സോ അതിനുശേഷം പിന്നെ ഒരു ലൈക്ക് ഷൂട്ട് വാസ് ഗോയിങ് ബാക്ക് ടു ബാക്ക്. ആൻഡ് ദ ക്രൂ, ദ ടീം, എവറിത്തിങ് ഇസ് അമേസിങ്. ആൻഡ് ബിന്നറിനെ പറ്റി പറയാൻ വാക്കുകളില്ല. ആൻഡ് ബാബുരാജ് അങ്കിളാവട്ടെ, ആൻഡ് പിന്നെ നമ്മളെ സോങ്സ് ചെയ്ത രഞ്ജൻ ചേട്ടൻ, ഹന്നാൻ ഷാ ചേട്ടനാണ് നമ്മളൊരു 1 ട്രാക്ക് കവർ ചെയ്തത്. സോ എവറിത്തിങ് വാസ് അമേസിങ്. എല്ലാവരും പടം കാണുക, പടം പൊങ്കാലാക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. All right. And any more questions? Lead actor. Yes, please. One more question. Yes. ഈ ഗാങ്സ്റ്റർ ഹലോ ഇവിടെ ഈ ഗാങ്സ്റ്റർ ഡ്രാമകളിലൊക്കെ ചില വിമൻ ക്യാരക്ടേഴ്സ് അവർ ഭയങ്കര മൾട്ടിലെയർഡും ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ വടച്ചെന്നൈ ലാൻഡ് റേജറുമൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനത്തെ ഒരു റൈറ്റിംഗ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് അങ്ങനെ ഉണ്ടോ? ഇന്റൻസ് ആണോ സിനിമയിലെ ക്യാരക്ടർ? അത് സിനിമ കണ്ടിട്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് കാണും. എൻ്റെ ക്യാരക്ടർ എന്താന്ന് സിനിമ കാണും വരെ. ഞാൻ കഷ്ടപ്പെട്ട് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്ന് ഓർത്ത് ചോദിപ്പിച്ച ആ കുട്ടി നല്ല ചോദ്യം ചോദിച്ചിട്ട് അവള് അത് നിങ്ങൾ
സിനിമ കാണുമോ? എനിവേ, താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു സോ മച്ച്. ഇനി സംസാരിക്കാൻ പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ബാസി ബ്രോനും ബിനിൽ സാറിനെ ഫസ്റ്റ് കാണുന്നത് ഒരു വെഡിങ് റിസപ്ഷനിൽ വെച്ചിട്ടാണ്. ബാസി ബ്രോയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സാക്ട്ലി. അപ്പൊ അന്ന് ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ലൈക്ക് ബാസി ബ്രോ എന്ന് പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എനിക്ക് അവിടെ വന്ന് നിൽക്കുന്നതാണ്, ഹൈ ലെവൽ ആർട്ടിസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുക. അപ്പൊ എനിക്ക് പേടിയുണ്ട് പോയി കാണാനായിട്ട്. അപ്പൊ ഞാൻ എനിക്ക് പോയി കണ്ട് സംസാരിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കും, എനിക്കൊരു ഉള്ളിലൊരു പേടിയുണ്ട്. പക്ഷെ ബാസി ബ്രോന്റെ അടുത്ത് വന്നപ്പോ ഹലോ ബ്രോ, ഹൗ ആർ യു, ഗുഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചത്. ഇപ്പോൾ ലൈക്ക് ഐ വാസ് ഈസ്റ്റ്. അന്ന് ഞാൻ ബാസി ബ്രോയോട് പറഞ്ഞു ലൈക്ക് എനിക്കിങ്ങനെ ബാസി ബ്രോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയതാ. അപ്പോഴാണ് പിന്നെ ബിനിൽ സാറെ കണ്ടുമുട്ടുന്നതും പിന്നെ ബിനിൽ സാറായിട്ട് സംസാരിക്കുന്നത്. പിന്നെ 2 മാസത്തിന് ശേഷം പൊങ്കാല ഷൂട്ട് ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ ബാസി ബ്രോയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ബാസി ബ്രോ വാസ് ഓൾവേസ് സപ്പോർട്ടീവ് ആസ് വെൽ. അപ്പോൾ അതിനൊക്കെ ബിഗ് താങ്ക് യു ബിനിൽ സർ, ബിഗ് താങ്ക് യു അനിൽ സർ, ദീപു സർ. പിന്നെ മെയിൻലി എനിക്ക് താങ്ക്സ് പറയുന്നില്ല എൻ്റെ അച്ഛനോട്. എന്താ വെച്ചാൽ അച്ഛൻ്റെ സാക്രിഫൈസസും സപ്പോർട്ടും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. സോ ബിഗ് താങ്ക് യു ടു മൈ ഡാഡ്. പിന്നെ ഈ ഫുൾ ക്രൂവേഴ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ ജാക്സൺ സാറിൻ്റെ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ലൈക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മേക്കിംഗ് ജാക്സൺ സാറിൻ്റെ ടച്ച് ഫുൾ ത്രൂ ഔട്ട് സിനിമയിൽ ഫുള്ളുണ്ട്. സോ ബിഗ് താങ്ക്സ് ടു ജാക്സൺ സർ, പിന്നെ രഞ്ജൻ സർ, പിന്നെ ഓഫ്കോഴ്സ് ഹനാൻ ഷാ ആസ് വെൽ. നമ്മുടെ ഈ സിനിമ ഇത്രയും വൈറലാക്കിയിട്ടുണ്ട് വിത്ത് ഹനാൻ ഷാ സോങ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് വാസിയുടെ ചെറുപ്പകാലം ചെയ്ത കുട്ടി എന്നാ പറയാൻ തോന്നുന്നേ? കോമ്പിനേഷൻ ലൈക്ക് ഇവരിൽ ആരുമായിട്ടായിരുന്നു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്? അതായിരുന്നു ആദ്യം പറഞ്ഞല്ലേ? അങ്കിളൊന്നൊക്കെ പറഞ്ഞ എൻ്റെ അച്ഛനായിട്ടായിരുന്നു ബാസിൻ്റെ ചെറുപ്പമായിട്ടാണ് ഞാൻ ചെയ്തത്. ആക്ച്വലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല, എന്നാലും അല്ലല്ല ബാസിനെ ഞാൻ സെറ്റ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് റിയലി കൂൾ ആക്ച്വലി. എൻ്റെ അടുത്ത് നല്ല മീൻസ് എങ്ങനെ തുടങ്ങും, എങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ മീൻസ് തൊട്ടപ്പുറത്തേക്കുന്ന ആളുടെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബാസിന് നൈസ് കഴിവുണ്ട്. അല്ലല്ല അങ്ങനെയല്ല, അലൻസീരങ്ങളാണെങ്കിലും മീൻസ് ഒരു കെയറിങ് ആയിരുന്നു എല്ലാവരും. ബിനിലായിട്ടാണെങ്കിലും അലൻസീരങ്ങളാണെങ്കിലും എല്ലാവരും ഒരു കെയറിങ് തരുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു ബി വിത്ത് ലെജൻഡ്സ്. ഓൾറൈറ്റ്. ആൻഡ് ഹലോ ഡിയർ, എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്? എന്താ പറയാനുള്ളത് നമ്മുടെ സിനിമയെ കുറിച്ച്? ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, മീഡിയക്കാർക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മളാണ് മൂവി എനിക്ക് എൻ്റെ ബൗസിയേട്ടനാണ് ഈ ഒരു കൊണ്ടുവരുന്നത്. അതേപോലെ എൻ്റെ അച്ഛനാണ് എൻ്റെ ബാക്ക് ബോൺ, എല്ലാ കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. മൂവി ആക്ച്വലി നൈസ്, ഒരു പൊങ്കാലയാണ്, അതൊരു പൊങ്കാല വൈബാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതൊരു പൊങ്കാലയായി മാറും. അതാണ് നമ്മളെ ടീം ക്രൂ, ശ്രീനാഥ് ബാസി സാറായാലും ബാബുരാജ് സാറായാലും എല്ലാവരും ഓക്കെയാണ്. അവരുടെ ടീമും അവരുടെ ക്രൂവും എല്ലാം സപ്പോർട്ടും എല്ലാമാണ് നമ്മുടെ മൂവി. അതാണ് നമ്മുടെ മൂവി. Alright, thank you so much. And എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ്. ഇല്ല, കണ്ടിന്യൂ ചെയ്യാം. സോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു മീഡിയ ഫോർ എ ബിഗ് സപ്പോർട്ട് ആൻഡ് ഫുൾ ഹാർട്ടോടെ ഫുൾ സപ്പോർട്ട് കാണുമെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. ആൻഡ് ദുബായിൽ വെച്ചായിരുന്നു നമ്മുടെ പാട്ട് റിലീസ് ചെയ്തത്, ഫസ്റ്റ് മ്യൂസിക് ലോഞ്ച് ചെയ്തത്. ആൻഡ് സെക്കൻഡ് നമ്മുടെ പൊങ്കാല ടീമിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ, ഞാൻ പൊങ്കാല ടീമിലെ A to Z കാസ്റ്റ്, ഞാൻ ബിൽ ചെപ്പ് തൊട്ട് താഴെ വാട്ടെവർ ഹൂവർ എല്ലാവർക്കും വെരി വെരി ബിഗ് താങ്ക്സ് ഫോർ ദിയർ ഹാർഡ് വർക്ക്. ഞാൻ ഈ സിനിമ എല്ലാവരും പറഞ്ഞല്ലോ ഇത്രയും ഫൈറ്റ് ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ബാക്കിൽ അത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ. സോ വിത്ത് ഹംബിൾ റിക്വസ്റ്റ്, എല്ലാവരും പോയി പടം കാണാം, മസ്റ്റ് വാച്ച് ആൻഡ് സപ്പോർട്ട് us. Thank you. Thank you so much. And
This is the cast and crew of Pongala movie and ഈ വരുന്ന ഞായറാഴ്ച നവംബർ 30-ന് ബിഗ് സ്ക്രീനിലേക്ക് നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു പൊങ്കാല വൈബോട് കൂടി അടിയുടെ പൊട്ടിപ്പൂരത്തോടു കൂടി പൊങ്കാല വരികയാണ്. So a big round of applause for the entire team of Pongala. And Basi, ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും calling you bro right? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബ്രോ ആണ്. അപ്പോൾ ബ്രോ പോവരുത്. ബാക്കി എല്ലാവർക്കും you can go back to your seats and